പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്കുള്ള റോമൻ റീൻസിൻ്റെ എൻട്രി പോൾ ഹേമൻ ഇന്നത്തെ സ്മാക്ഡൗണിലെ ആദ്യ സെഗ്മെൻറ്റിലൂടെ കൺഫേം ചെയ്യുന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. പോൾ ഹേമന് വന്നിട്ട് OTC എന്നാൽ ഓൺലി ട്രൈബൽ ചീഫ് അത് റോമൻ റീൻസ് ആണ്. ഇനി ആർക്കും അതിനെ കവച്ചു വെക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം റോയൽ റംബിളിലേക്കുള്ള റോമൻ റീൻസിൻ്റെ എൻട്രി ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നതും കാണാൻ സാധിച്ചു. WWE തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ ഗ്രാഫിക്സ് കാർഡ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് റോമൻ റീൻസ് മെൻസ് റോയൽ റംബിളിൻ്റെ ഭാഗം ആയിരിക്കും എന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ റോമൻ റീൻസിനെ കൂടാതെ സൂപ്പർ താരമായ ജോൺസനെയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റെസ്ലേഴ്സാണ് നിലവിൽ ഔദ്യോഗികമായിട്ട് ആ ഒരു റോയൽ റംബിൾ ലിസ്റ്റിലേക്ക് മത്സരത്തിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ ജോൺസനെയാണ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ജോൺസന മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച് റസൽമേനിയ 41 മെയിൻ ഇവൻറ്റ് ചെയ്യും എന്നാണ് നിലവിലെ ഒരു അപ്ഡേറ്റ്. റോമൻ റീൻസിൻ്റെ ഒരു പേര് രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ റോമൻ റീൻസും കൂടി വരുമ്പോൾ ജോൺസനയുടെ വിജയ സാധ്യതയ്ക്ക് കുറച്ചു മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ജോൺസനെയാണോ റോമൻ റീൻസിനെയാണോ സപ്പോർട്ട് ചെയ്യുക? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ജോൺസനെയും റോമൻ റീൻസും അവസാന രണ്ട് റെസ്ലേഴ്സ് ആയിട്ട് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മത്സരത്തിനെ കാണുക? എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? അങ്ങനെയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് വേഴ്സസ് ലോസ് ഗാരോസ് അഥവാ ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മയിലെ ഏഞ്ചൽ ഹുംബർട്ടോ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. സ്മാക്ഡൗൺ 3 മണിക്കൂർ ആക്കിയത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത് സഹായമായി മാറിയിട്ടുള്ളത് സ്മാക്ഡൗണിലെ ടാഗ് ടീം ഡിവിഷൻ ആണെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ സ്മാക്ഡൗൺ ആയാലും ഈ സ്മാക്ഡൗൺ ആയാലും കൃത്യമായിട്ടുള്ള ഒരു ടെലിവിഷൻ ടൈമും അവർക്ക് മത്സരിക്കാനുള്ള അവസരങ്ങളും ഇപ്പോൾ സ്മാക്ഡൗണിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിഡ് കാർഡ് ലെവലിൽ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറിയും ടാഗ് ടീം ഡിവിഷനിൽ നമുക്കിപ്പോൾ ബ്ലൂ ബ്രാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗണിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് അവർ എ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീമിനെതിരെ വിജയം കരസ്ഥമാക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പ്രെറ്റി ഡെറ്റ്ലി എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോസ് ഗാരോസും അവർ വിജയം കരസ്ഥമാക്കി. ഈ വിജയിച്ചു വന്ന രണ്ട് ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരമായിട്ട് നടത്താൻ സാധ്യത കൂടുതലാണ്. ആ വിജയിക്കുന്ന ടീമിന് DIYയുടെ കൈവശമുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു കിടിലൻ ടാഗ് ടീം മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. പുതിയ വുമൺസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് പുതിയ നമ്പർ 1 കണ്ടൻഡറായ ബെയ്ലിക്കെതിരെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടിഫനി സ്ട്രാറ്റൻ വുമൺസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഫോർമർ ചാമ്പ്യനായ നയ ജാക്സ്, ബിയാങ്ക ബെലേർ, നയോമി, ബെയ്ലി തുടങ്ങിയവരൊക്കെ വന്നു. പിന്നീട് ഇതൊരു കൂട്ടത്തല്ലിലേക്ക് പോകുകയും അവസാനം ഒരു ഫേറ്റൽ 4-way നമ്പർ 1 കണ്ടൻഡർ മത്സരം കൺഫേം ചെയ്യുകയും ആ മത്സരത്തിൽ ബെയ്ലി വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ടിഫനി സ്ട്രാറ്റൻ്റെ ആദ്യ എതിരാളിയായി ബെയ്ലിയെ പോലെ ഒരു സൂപ്പർ താരം വരുമ്പോൾ ടിഫനി സ്ട്രാറ്റൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതലാണെങ്കിലും കിടിലൻ മത്സരം കാണാൻ സാധിക്കും. ബെയ്ലിയെ പോലെ ഇപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു റെസ്ലറിനെ എങ്ങനെ പരാജയപ്പെടുത്തും? ക്ലീൻ ആയിട്ട് പരാജയപ്പെടുത്തുമോ? അങ്ങനെ വമ്പൻ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. നയ ജാക്സ്, ടിഫനി സ്ട്രാറ്റൻ തുടങ്ങിയവരുടെ ഈ ഭാവി സ്റ്റോറി ലൈനിലേക്ക് ഈ മത്സരം എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു കിടിലൻ ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടി അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്മാക്ഡൗണിൽ കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സോളോ സിക്കോവയുടെ റിട്ടേൺ ആണ്. സോളോ സിക്കോവ റിട്ടേൺ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. സോളോ സിക്കോവയുടെ നെക്സ്റ്റ് പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ അവർ നൽകുന്നുണ്ട്. LA നൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയായിരിക്കും സോളോ സിക്കോവയുടെ അടുത്ത ഒരു സിംഗിൾസ് മത്സരം നടക്കാൻ സാധ്യത. കാരണം ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ്ലൈൻ്റെതായിട്ട് കുറേയധികം സെഗ്മെൻറ്റുകൾ കാണാൻ സാധിച്ചു. ആദ്യം പോൾ ഹേമനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ബ്ലഡ്ലൈനിലെ ജേക്കബ് ഫാറ്റും, ടമ ടോങ്ക തുടങ്ങിയവരെ ജിമ്മി ഊസോ വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ജിമ്മി ഊസോ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. അവസാനം കോഡിയും കൂടി ആ ഒരു കൂട്ടത്തിലേക്ക് ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു ഫൈറ്റ് പിന്നീട് ഈ ടീം ബാക്കിലേക്ക് പോകുന്ന രീതിയിൽ കാണിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ജേക്കബ് ഫാറ്റു, ടമ ടോങ്ക തുടങ്ങിയവരെ പിടിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഒതുങ്ങാതെ നിൽക്കുന്നുണ്ട്. അവിടെ LA നൈറ്റ് ഈ രണ്ട് പേരെയും പെട്ടെന്ന് ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ആ ഡോറ് അടച്ച് ലോക്ക് ചെയ്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് വരുന്നത് കാണാൻ സാധിച്ചു. ഷിൻസ്കെ നാകമോറ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ LA നൈറ്റ് പരാജയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം ജേക്കബ് ഫാറ്റും ടമ ടോങ്കയും LA നൈറ്റിനെ നല്ല രീതിയിൽ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ ബ്ലഡ്ലൈൻ്റെ എതിരാളികളിൽ
അടുത്തതായി വരാൻ പോകുന്നത് LA നൈറ്റ് ആയിരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ആക്രമണമായിരുന്നു ബ്ലഡ് ലൈൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ സോളോ സിക്കോവയാണ് നിലവിലെ പുതിയ ബ്ലഡ് ലൈൻ്റെ ലീഡർ. അപ്പോൾ LA നൈറ്റിൻ്റെ സ്റ്റോറി അങ്ങനെയായിരിക്കും കണക്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ചെൽസി ഗ്രീൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് മീച്ചിൻ എന്ന് പറയുന്ന റെസ്ലറിന് എതിരെയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ജനുവരി മാസത്തിലെ അവസാനത്തെ ആഴ്ചയിൽ നടക്കുന്ന ഒരു TV സ്പെഷ്യൽ എപ്പിസോഡിലായിരുന്നു നടക്കേണ്ടിയിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ എന്തോ കാരണം കൊണ്ട് അവർ സ്മാക്ഡൗണിലേക്ക് ഈ ഒരു മത്സരം മാറ്റി. പതിവ് പോലെ പൈപ്പർ നെവൻ എന്ന റെസ്ലറുടെ ഡിസ്ട്രാക്ഷൻ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചെൽസി ഗ്രെയിൻ മീച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. പക്ഷേ മത്സരശേഷവും പൈപ്പർ നെവൻ മീച്ചിനെ ആക്രമിച്ചതും സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടി നൽകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് കോഡി റോഡ്സ് കെവിൻ ഓവൻസ് സ്റ്റോറിയെ സംബന്ധിച്ചുള്ളതാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ റോയൽ റംബിൾ എൻട്രി പോൾ ഹേമൻ പ്രഖ്യാപിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് കോഡി റോഡ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കോഡി റോഡ്സ് വരുന്നു. പോൾ ഹേമൻ പറയുന്നു റോമൻ റീൻസിന് നിന്റെ ചാമ്പ്യൻഷിപ്പ് വേണം എന്നുള്ളത് പറയുന്നു. അതിന് മറുപടി കോഡി റോഡ്സ് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കെവിൻ ഓവൻസ് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ട് റോക്കിന് കൈ കൊടുത്തതും പോൾ ഹേമനുമായി ഇപ്പോൾ ഒരു റിംഗ് ഷെയർ ചെയ്യുന്നതും കൈ കൊടുക്കുന്നതുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു. പിന്നീട് പതിവ് പോലെ ഇതൊരു ഫൈറ്റിലേക്ക് പോകുന്നു. ഈ ഒരു ഫൈറ്റിന് ശേഷം അവർ പിന്നീട് ഒരു മെയിൻ ഇവൻറ്റിലാണ് പിന്നീട് ഏറ്റുമുട്ടുന്നത്. മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരത്തിന് ഇടയിൽ കെവിൻ ഓവൻസ് വന്നിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നു. തുടർന്ന് കോഡി റോഡ്സും കെവിൻ ഓവൻസും കൂടിയിട്ട് ആ ഒരു ഫൈറ്റ് ചെയ്ത് പോകുന്നു. ഈ ടാഗ് ടീം മത്സരത്തിൽ ആ ഒരു സമയത്ത് ജിമ്മി ഊസോ ഒറ്റയ്ക്ക് അവശേഷിച്ചപ്പോൾ ഗ്രൂപ്പ് ജിമ്മി ഊസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫൈറ്റ് അവസാനിക്കുന്നത് ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ടാണ്. അതായത് ക്രൗഡിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു മൊമെൻറ്റ്, ഒരു ടേബിൾ ബ്രേക്ക് ചെയ്യുന്നു, രണ്ടുപേരും അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ ഫേസ് ക്യാരക്ടറായിട്ട് നിൽക്കുന്നത് കോഡിയാണെങ്കിലും ക്രൗഡിൻ്റെ ഒരു വമ്പൻ സപ്പോർട്ട് കെവിൻ ഓവൻസിന് ലഭിക്കുന്നുണ്ട്. ഒരു 50-50 ചാൻസ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലേഡർ മത്സരത്തിന്, ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരും. കെവിൻ ഓവൻസ് വിജയിക്കണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്ന സ്റ്റോറി ലൈനുകളിൽ ഒന്നാണ് ഇത്. കെവിൻ ഓവൻസ് വിജയിച്ച് പുതിയ ചാമ്പ്യൻ ആകണം. എന്നിട്ട് കോഡി റോഡ്സിന് വേണമെങ്കിൽ അടുത്ത ഒരു മത്സരത്തിൽ ഈ ഒരു ടൈറ്റിൽ വീണ്ടെടുത്താലും കുഴപ്പമില്ല. കാരണം കെവിൻ ഓവൻസ് ഇപ്പോൾ ചെയ്തു വരുന്ന സ്റ്റോറി അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു വേൾഡ് ടൈറ്റിൽ കിട്ടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പോയിന്റുകളെല്ലാം കൃത്യമാണ്. ക്രൗഡ് അത് കേൾക്കാനും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ക്രൗഡുമായി ഇത്രയും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഹീൽ റെസ്ലർ, അപ്പോൾ അദ്ദേഹത്തെ ചാമ്പ്യനാക്കിക്കൊണ്ട് ആ ഒരു ഹീൽ ഹീറ്റ് മാക്സിമം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. കോഡി റോഡ്സിന് വീണ്ടും ഒരു ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കൊടുത്താൽ പിന്നീട് കെവിൻ ഓവൻസിനെതിരെ ഈ ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും കെവിൻ ഓവൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ലാഡർ മത്സരം റോയൽ റംബിളിൽ അതികിടിലമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.